So today we are moving to another important system, that is respiratory system. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സർക്കുലേറ്ററി സിസ്റ്റം ആണ് നോക്കിയത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സിസ്റ്റം ആണ് റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് അല്ലെ, റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് കേൾക്കുമ്പം തന്നെ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്, ഇറ്റ് ഡീൽസ് വിത്ത് വാട്ട് ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്, വാട്ട് ഇസ് റെസ്പിറേഷൻ. സോ വാട്ട് ഇസ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ഓക്സിജൻ അല്ലേ, ടേക്കിംഗ് ഇൻ ഓക്സിജൻ ആൻഡ് ഗിവിംഗ് ഔട്ട് കാർബൺ ഡയോക്സൈഡ്. സിമ്പിൾ ഡെഫിനേഷൻ ആണ് നമ്മൾ ടേക്കിംഗ് ഇൻ ഓക്സിജൻ, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയർ ഇൻഹൈൽ ചെയ്തിട്ട് വാട്ട് വി എക്സ്പെൽ, കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിട്ടുള്ള എയർ നമ്മൾ പുറത്തേക്ക് കളയുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. So it is the process of taking in oxygen അല്ലെങ്കിൽ taking in oxygen rich air and expel carbon dioxide rich air. So അപ്പോൾ അതൊരു സിമ്പിൾ ഡെഫിനിഷൻ ആണ് റെസ്പിറേഷൻ എന്താണെന്ന്. പിന്നെ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് ഏതൊക്കെയാണ്? ലങ്സ് ആണ് അല്ലേ, ലങ്സ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഓർഗൻ. പിന്നെ അതിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഞാനിപ്പോൾ പറഞ്ഞു, ഇൻഹലേഷൻ, എക്സ്പലേഷൻ. ഇൻഹൈൽ ചെയ്യുക, എക്സൈൽ ചെയ്യുക. ഇൻഹലേഷൻ, എക്സലേഷൻ എന്താണ്? ടേക്കിംഗ് ഇൻ ഓഫ് എയർ ആണ് ഇൻഹലേഷൻ, ടേക്കിംഗ് ഔട്ട് ഓഫ് എയർ ഈസ് എക്സലേഷൻ. പിന്നെ നമ്മൾ റെസ്പിറേഷൻ പറയുമ്പോൾ ആസ് എ നട്ട്ഷെൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് പൾമനറി റെസ്പിറേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെസ്പിറേഷനും, പിന്നെ ഒന്ന് എന്താണ്, ഒന്ന് നമ്മുടെ സെൽസിൽ നടക്കുന്ന ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ആണ്. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്സിജൻ എടുത്തു, കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിട്ടുള്ള എയർ പുറത്തേക്ക് കളയുകയാണ്. പിന്നെ സെല്ലുലാർ റെസ്പിറേഷൻ ഉണ്ട്, സെല്ലിൽ നടക്കുന്ന റെസ്പിറേഷൻ ആണ് സെല്ലുലാർ റെസ്പിറേഷൻ. അതായത് നമ്മൾ ഈ എടുക്കുന്ന ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ ഇവിടെ കലർന്ന് ഓരോ സെൽസിലും കൊണ്ടുപോയിട്ട് അവിടെ ഓക്സിജൻ കൊടുത്തു തിരിച്ച് കാർബൺ ഡയോക്സൈഡ് തിരിച്ചെടുക്കുന്ന ആ ഓരോ സെൽസിൽ നടക്കുന്ന റെസ്പിറേഷൻ ആണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒരു നട്ട്ഷെൽ, ആസ് എ നട്ട്ഷെൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഓരോ സ്ലൈഡ്സിലും എന്താന്ന് നോക്കാം. ആസ് എൻ ഇൻട്രൊഡക്ഷൻ എന്താണ് പറഞ്ഞേക്കുന്നത്? വാട്ട് ഇസ് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ദാറ്റ് ഹെൽപ്സ് us ടു ബ്രീത്ത്. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഇൻക്ലൂഡ്സ് ലങ്സ്, അൽവിയോലി, ബ്രോങ്കസ്, ബ്രോങ്കിയോൾസ്, അങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സോ ഇറ്റ്സ് എ സിസ്റ്റം, ദിസ് സിസ്റ്റം ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ദാറ്റ് ഹെൽപ്സ് us ടു ബ്രീത്ത്. ഇനി വാട്ട് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദിസ് സിസ്റ്റം? എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടു ഇൻട്രൊഡ്യൂസ് ഓക്സിജൻ ടു ദ ബോഡി ആൻഡ് എക്സ്പെൽ കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ ബോഡി. അപ്പം നമ്മൾ ഫസ്റ്റ് റെസ്പിറേഷൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് ടു ഇൻട്രൊഡ്യൂസ്, ദാറ്റ് മീൻസ് ടു ടേക്കിംഗ് ഇൻ ഓക്സിജൻ ടു ദ ബോഡി ആൻഡ് എക്സ്പെൽ കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ ബോഡി. ഇനി നമ്മൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ റെസ്പിറേറ്ററി റേറ്റ്. അതായത് 12 to 20 ബ്രെത്ത്സ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഒരു മിനിറ്റിൽ നമ്മൾ 12 മുതൽ 20 വരെയുള്ള ബ്രെത്ത്സ് ആണ് നമ്മൾ ടേക്ക് ഇൻ ചെയ്യുന്നത്. റെസ്പിറേറ്ററി റേറ്റ് ഈസ് 12 to 20 ബ്രെത്ത്സ് പെർ മിനിറ്റ് ആണ്. ആൻഡ് ദ മെഡിക്കൽ ടേം ഫോർ റെസ്പിറേറ്ററി സിസ്റ്റം, വാട്ട് ഇസ് ദ മെഡിക്കൽ ടേം ഫോർ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ മെഡിക്കൽ ടേം എന്താണ്? പൾമോ അല്ലെ, പൾമനറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സംതിങ് റിലേറ്റഡ് ടു ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് നമുക്ക് ഒരു തോട്ട് വരണം. So medical term for respiratory system is pulmo. And the medical term specifically for lungs, ലങ്സിനായിട്ട് പറയുന്ന മെഡിക്കൽ ടേം ആണ് ന്യൂമോണിയ. ന്യൂമോണിയ എന്ന് പറയുന്നത് ലങ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. സോ മെഡിക്കൽ ടേം സ്പെസിഫിക്കലി ഫോർ ലങ്സ് ഇസ് ന്യൂമോ. ഇനി നമ്മൾ നേരത്തെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമ്മൾ ബ്രാഡി കാർഡിയ, ടാക്കി കാർഡിയ പറഞ്ഞ പോലെ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് ബ്രാഡിപീനിയ ആൻഡ് ടാക്കിപീനിയ. So less than 12 ആണെങ്കിൽ that is bradypnea and greater than 20 ആണെങ്കിലോ that is tachypnea. So medical term for breathingന്റെ medical term ആണ് പീനിയ എന്ന് പറയുന്നത്. So bradypnea means breathing rate is less than 12, that is bradypnea, and greater than 20 ആണെങ്കിലോ tachypnea. അപ്പൊ നമുക്കറിയാം റെസ്പിറേറ്ററി റേറ്റിന് നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 12 to 20 ബ്രെത്ത്സ് പെർ മിനിറ്റ് ആണ്. അപ്പൊ അതിൽ ലെസ് ദാൻ 12, 12 താഴെ ആവുമ്പോൾ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ബ്രാഡിപീനിയ. ബ്രാഡി മീൻസ് സ്ലോ ആണ്, അപ്പൊ സ്ലോ ബ്രീത്തിങ് ആണ്. Then greater than 20 ആണെങ്കിലോ that is tachypnea. Greater than 20, tachy means സ്പീഡ് കൂടുതലാണ്, എന്തെങ്കിലും കണ്ടീഷൻ, എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ കൊണ്ട് കൂടുതലാണ്, നമ്മൾ ഭയങ്കരമായിട്ട് ബ്രീത്ത് എടുക്കുകയാണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് tachypnea. അപ്പൊ മെഡിക്കൽ ടേം ഫോർ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ പീനിയ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് കോമൺ ടേംസ് റിലേറ്റഡ് ടു റെസ്പിറേഷൻ ആണ്.
പറയുന്നത് വാട്ട് ആർ ദ കോമൺ ടേംസ് റിലേറ്റഡ് ടു റെസ്പിറേഷൻ. അപ്പോൾ യുഫ്നിയ നോർമലായിട്ട് നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് യുഫ്നിയ എന്നുള്ളത്. ഇനി എന്തെങ്കിലും കേസിൽ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ് ആണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് അപ്നിയ. ഈ കണ്ടീഷനെ പറയുമ്പോൾ നമുക്ക് ലാക്ക് എന്നുള്ള മീനിങ് ആണ്, ദാറ്റ് ഈസ് അല്ലെങ്കിൽ ആബ്സെൻസ് എന്നുള്ള മീനിങ് ആണ്. ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ് ഈസ് അപ്നിയ. ഇനി അടുത്തൊരു കണ്ടീഷനാണ് ഓർത്തോപ്നിയ. ഓർത്തോപ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഒരു ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആണ്. ഏത് പൊസിഷനിലാണ് ആ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് വരുന്നത്? ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് വെൻ ലൈയിങ് സുപ്പൈൻ ഈസ് കോൾഡ് ഓർത്തോപ്നിയ. സുപ്പൈൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ നിവർന്ന് കിടക്കുന്നതാണ്, നമ്മൾ മലർന്ന് കിടക്കത്തില്ലേ, ദാറ്റ് ഈസ് ദ സുപ്പൈൻ പൊസിഷൻ. അപ്പം മലർന്ന് കിടക്കുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അയാൾക്ക് നടക്കുമ്പോഴും ഒന്നും പ്രശ്നം ഉണ്ടാവത്തില്ല, പക്ഷെ കിടക്കുന്ന സമയത്ത് നിവർന്ന് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആണ് ഓർത്തോപ്നിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ ആണെങ്കിലോ പ്ലാറ്റിപ്പീനിയ, ദാറ്റ് ഈസ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ദാറ്റ് ഈസ് വോസൺഡ് ബൈ ബീയിങ് അപ്റൈറ്റ്. അതായത് നിവർന്ന് നിൽക്കുമ്പോൾ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ സിറ്റിംഗ് പൊസിഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ആണ്. ഇവിടെ വേറൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, സംടൈംസ് ദാറ്റ് ഇംപ്രൂവ്സ് വെൻ ലൈയിങ് സുപ്പൈൻ. പക്ഷെ അയാൾക്ക് നിവർന്ന് കിടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവത്തില്ല, അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ അപ്റൈറ്റ് പൊസിഷനിൽ വരുമ്പോഴാണ് അയാൾക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഉണ്ടാകുന്നത്. ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് പ്ലാറ്റിപ്പീനിയ. ഇനി നെക്സ്റ്റ് നോക്ക് ഡിസ്പിനിയ. ഡിസ്പിനിയ മീൻസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. അപ്നിയ ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ് ആണ്. ഡിസ്പിനിയ മീൻസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. എന്തെങ്കിലും ആസ്മയോ ബ്രോങ്കൈറ്റിസോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷനുള്ള പേഷ്യൻസിന് ഡിസ്പിനിയ കണ്ടീഷൻ വരും, ദാറ്റ് ഈസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ഇനി വേറൊരു കണ്ടീഷനാണ് പാരോക്സിസ്മൽ നക്ടേണൽ ഡിസ്നിയ. എന്ന് വെച്ചാൽ എന്താണ്? PND എന്ന് പറയും. നക്ടേണൽ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റ് ടു നൈറ്റ് ആണ്. അപ്പം നൈറ്റിന് പറയുന്ന വേറൊരു വേർഡാണ് നക്ടേണൽ. ഡയേണൽ എന്ന് പറഞ്ഞാൽ ഡേക്ക് പറയുന്നത്. അപ്പം പാരോക്സിസ്മൽ നക്ടേണൽ ഡിസ്നിയ മീൻസ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി യൂഷ്വലി ഒക്കേഴ്സ് ഇൻ ദ നൈറ്റ്. രാത്രി സമയത്ത് ഉണ്ടാകുന്ന ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ് PND അല്ലെങ്കിൽ പാരോക്സിസ്മൽ നക്ടേണൽ ഡിസ്നിയ എന്ന് പറയുന്നത്. ഇതാണ് സം ഓഫ് ദ കോമൺ ടേംസ് റിലേറ്റഡ് ടു റെസ്പിറേഷൻ.